ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം കുറച്ച് ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഞാൻ ആദ്യം ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ കിച്ചണായിരുന്നു. കിച്ചണിൽ തന്നെ ഫ്രിഡ്ജാണ് ആദ്യം തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നമ്മൾ മൂവ് ചെയ്യുന്ന അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഇവിടേക്ക് മാറ്റി എല്ലാം കറക്റ്റ് സ്പേസിൽ വെക്കുക ചെയ്തത്. ആദ്യം തന്നെ ഞാൻ ഫ്രീസറിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നമുക്കധികം ദൂരമൊന്നുമില്ല. ഈ മാറുന്ന അപ്പാർട്ട്മെൻറ്റ് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളതാണ്. അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കധികം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഈ ഫ്രീസറിലുള്ള സാധനങ്ങൾ മാറ്റാനും ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ മാറ്റാനും അങ്ങനെ കേടാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫ്രിഡ്ജൊന്ന് ഒതുങ്ങിയപ്പോൾ തന്നെ പകുതിയിലധികം ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം ഈ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് അതേപോലെ നമ്മൾ അവിടെ വെച്ചിരുന്ന പോലെ തന്നെ ഫ്രിഡ്ജിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആശ്വാസമായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ കിച്ചണിലും ഒക്കെ ഒന്ന് റെഡിയാക്കിയപ്പോഴേക്കും തന്നെ എൻ്റെ ഒരുവിധം പകുതി പണികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കുന്നൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ജസ്റ്റ് ഇതിലേക്കൊന്ന് വെക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ കിച്ചണൊന്ന് ഒതുങ്ങി കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ മാത്രമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സൈഡ് ആദ്യം ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യമായിട്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്ലാസും പിന്നെ കട്ട്ലറി ഐറ്റംസും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ സ്പൈസസും മസാലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഓരോ കാര്യങ്ങളും പതുക്കെ സമയമെടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പഴയ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത സാധനങ്ങൾ തന്നെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും പതുക്കെ സമയമെടുത്ത് എൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ച് മാത്രം ചെയ്തപ്പോഴാണ് എനിക്ക് അതൊരു കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലീനിങ് ചെയ്യുന്ന ദിവസങ്ങളിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ല കേട്ടോ. കാരണം കുക്കിങ്ങും ക്ലീനിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ കുക്കിംഗ് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലീനിങ് എന്തായാലും നടക്കില്ല. ഒന്നുകിൽ നമ്മൾ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കുക്കെല്ലാം ചെയ്ത് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിടുക, എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒതുക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുക. അതൊക്കെ ആയിരിക്കും നല്ലതെന്ന് തോന്നി. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് അടുത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കുക്കിംഗ് ചെയ്യാനുള്ള ആ ഒരു പുതിയ സ്ഥലത്തിനോട് കുറച്ച് നമ്മൾ സാധനങ്ങൾ വെച്ചതും വെക്കാൻ പോകുന്ന സാധനങ്ങളും എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം കുക്ക് ചെയ്യാനിന്ന് നിന്നിട്ടില്ല. നമ്മളിന്ന് പുറത്തുനിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലാണ് ബാക്കി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പഴയ നമ്മളെ കിച്ചണിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. ഇത് ഞാൻ സ്പൈസ് റാക്ക് വെക്കാൻ കുറച്ച് സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഇതേപോലെ സ്പൈസസ് എല്ലാം ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ ഇങ്ങനെ എടുക്കാനും വെക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ നമ്മളെ കബോർഡിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഒതുക്കലും കാര്യങ്ങളും ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയണത് ഞാൻ ഈ സാധനങ്ങളെല്ലാം കൂടി എവിടെ വെക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എവിടെയാണോ തോന്നുന്നത്, എവിടെ വെക്കണം എന്ന് തോന്നുന്നോ അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബാക്കി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ വെച്ചാലാണ് എനിക്ക് കൂടുതൽ എടുക്കാനും വെക്കാനും ഒക്കെ സൗകര്യം എന്ന് നോക്കിയിട്ട് ബാക്കി ദിവസങ്ങളിൽ എങ്ങനെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ നമ്മളെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അധികവും കാർപ്പറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ മോപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ അധികവും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വാക്യൂം ക്ലീനർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ അധികവും കുറച്ച് വുഡൻ ഫ്ലോർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ മോപ്പ് വേണം. അപ്പോൾ ഞാനിതാ ആമസോണിൽ നിന്ന് ഒരു സ്പ്രേ മോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ ഡെലിവറി കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്.
അപ്പോൾ ഇത് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള പാഡാണ് കേട്ടോ. ഇത് നമുക്ക് വാഷബിൾ ക്ലോത്താണ്, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആമസോണിൽ നോക്കുന്ന സമയത്ത് കുറേ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്ര പ്രിഫറബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ലിക്വിഡ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും തോന്നി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. വേണ്ട ആൾക്കാർക്ക് അതിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടുത്തേക്കാളും വ്യത്യാസമായിട്ട് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു സ്റ്റോർ റൂമാണ്. ഇതൊരു റൂം പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഇവിടെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് മാറിയതിന് ശേഷമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ജസ്റ്റ് ഡംപ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇനി ബാക്കി വരുന്ന ദിവസങ്ങളിൽ വേണതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് റൂമിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സറും കാര്യങ്ങൾ, പിന്നെ അതേപോലെ പിന്നെ നമ്മൾ വാർഡ്രോബും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുക. അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മൾ അവിടുത്തെ സൗകര്യങ്ങൾക്കനുസരിച്ച് വേണ്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ സ്ഥലത്തു നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്, ഇവിടെ അധികം ഇതേപോലെ വയേർഡ് ഷെൽഫാണുള്ളത്. അവിടെ നമുക്ക് അധികം ഹാങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഇതേപോലെ നമ്മൾ മടക്കി ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സൈഡിൽ ഹാങ്ങർ ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് സ്ഥലത്തും കൂടി ആയിട്ടാണ് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും തണുപ്പ് ചില സമയങ്ങളിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളധികം പുറത്തിറങ്ങുന്ന സമയത്ത് ഹുഡീസാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഹുഡീസും ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനിതാ ഇതേപോലെ ഒരു ഹാങ്ങർ വാങ്ങിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാറുണ്ട്. അതിങ്ങനെ സീസണിലായിട്ട് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ഏതാണോ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു ഹാങ്ങറാണ് കേട്ടോ അത്. പിന്നെ ഇതാ കുട്ടികളുടെ റൂമിൽ ഇതേപോലെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ കുട്ടികളുടെ റൂമിൽ വാർഡ്രോബ് ഒതുക്കുന്നത് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമില്ല കേട്ടോ. കാരണം ഇത് ഞാൻ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാറുണ്ട്. കാരണം ഇവർ സ്കൂളിൽ പോകുന്ന ഡ്രസ്സും പുറത്ത് കളിക്കാൻ പോകുന്ന ഡ്രസ്സും ഒക്കെ ഒന്ന് മാറ്റി മാറ്റി വെക്കാനുണ്ടാവലുണ്ട്. കാരണം അല്ലെങ്കിൽ എന്തായാലും നോക്കുന്ന സമയത്ത് നമ്മളിത് കാണൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എപ്പോഴും ഇങ്ങനെ ശരിയാക്കി വെക്കാറുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന ഡ്രസ്സും കുറച്ച് പാർട്ടി വെയർ മാത്രമാണ് ഞാൻ ഇതേപോലെ ഹാങ് ചെയ്തിടാറുള്ളത്.
പിന്നെ ഇതാ കുട്ടികളൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതേപോലെ ഒരു ബാസ്ക്കറ്റിലാണ് വെക്കാറുള്ളത്. അത് ബാസ്ക്കറ്റിൽ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെറുതാക്കി മടക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്പേസ് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഞാൻ മടക്കിയിട്ട് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇവർക്ക് എന്നും എടുക്കാൻ കിട്ടുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെറിയൊരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ട് അതിനകത്ത് ഇതേപോലെ റോൾ ചെയ്തിട്ട് വെക്കുന്നത്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറേ സ്പേസ് ഉണ്ടാവും നമുക്കതിൽ വെക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ എല്ലാ ഡ്രസ്സും കൂടി ഇങ്ങനെ കുഴച്ച് മറിച്ചിട്ട് ഇടുന്ന ആ ഒരു ഹാബിറ്റിൽ നിന്ന് കുറച്ചും കൂടിയും ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു ബാസ്ക്കറ്റ് വാങ്ങിയതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഒരു 75% തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ എൻ്റെ സൗകര്യങ്ങൾക്കും അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിച്ചണിലാണെങ്കിലൊക്കെ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇനി മാറ്റങ്ങളൊക്കെ വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന വ്ളോഗ്സിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.